ഞാൻ നല്ല നിസ്കാരം നിർവഹിക്കുന്ന ആളാണ്, പക്ഷേ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? ആ ബോധമില്ലാത്തവരാണ് കൃത്യമായി നിസ്കരിക്കണ ഉമ്മമാരും ഉപ്പമാരും വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ ഒക്കെ വീട്ടിലെ അവസ്ഥ. നമ്മൾ സുബൈക്ക് ഒരു പക്ഷേ ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് വരെ കൃത്യമായി നിസ്കരിക്കുന്നതും ആ നിസ്കാരം ഒഴിവായി പോകരുത് എന്ന് വാശിയും നിർബന്ധവും ഉള്ളവരായിരിക്കും. പക്ഷേ +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകും. അവര് മറ്റെല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിലായിരിക്കും. അവര് ചോദിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവര് എവിടേക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞയച്ചു കൊടുക്കും. അത് 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ മറ്റു കുട്ടികളെ കൂടെ പോയി അവിടെ കൂടിയിട്ടാണ് വരിക എന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞയക്കും. ചോദ്യം പോലും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ആരൊക്കെ പോണത്? ഈ കൂട്ടത്തിൽ ടീച്ചർമാരുണ്ടോ? അതല്ല ഒക്കെ മെയിൽ ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ബസ്സിൽ ഒരുമിച്ച് പോകുമ്പോ ഒക്കെ നമ്മളെ ദീന് പറഞ്ഞ രീതിയിൽ തന്നെ ആവുമോ? ഇതൊന്നും നമ്മൾ ചോദിക്കൂല. അങ്ങനെ തന്നെ പറഞ്ഞേക്കും. അത് മാത്രമല്ല, സ്വന്തം റൂമിന്റെ തൊട്ടടുത്ത റൂമില് കിടന്നുറങ്ങുന്ന ഈ മക്കളെ നിസ്കരിക്കാൻ പോലും വിളിക്കാത്തവരല്ലേ നമ്മൾ അധികവും.